നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ആ വീഡിയോ കാണാത്തവർക്ക് അത് കാണുക. എന്തായാലും നമ്മൾ അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് ചെക്ക്മേറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ഇട്ടത്. പക്ഷേ റൂക്ക് സമ്മതിക്കുന്നില്ല. റൂക്ക് ചാടി ഫ്രണ്ട് വന്നു. റൂക്ക് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടി ചെക്ക്മേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഇവിടുന്ന് മന്ത്രിയെ ഓട്ടിക്കാനാണ് നമ്മുടെ പ്ലാൻ. എന്തായാലും അവിടെ ഇട്ട് ബ്ലോക്ക് ചെയ്യാൻ നോക്കി. ചെക്ക്. നമ്മുടെ എതിരാളി ഒന്ന് ആലോചിച്ച് കുറച്ച് നേരം വിഷമിച്ച് കേട്ടോ. ആലോചിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. ആളെ ഫ്രണ്ടിലോട്ട് ഇറക്കാം, ആനയെ ഫ്രണ്ടിലോട്ട് ഇറക്കാം, അതുപോലെ തന്നെ കുതിരയെ ഫ്രണ്ടിലോട്ട് ഇറക്കാം. ചാൻസൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഒന്ന് ആലോചിച്ച് സമയമെടുത്ത് ആനയെ ഫ്രണ്ടിലോട്ട് ഇറക്കി. എന്തായാലും അവിടെ എനിക്ക് ഇനി അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം റൂക്ക് വെച്ച് വല്ലതും ചെയ്യാൻ പറ്റുന്നെങ്കിലേ ഉള്ളൂ. അടുത്ത ഒരു റൂക്കിനെയും കൂടെ നമുക്ക് അറ്റാക്കിലേക്ക് കൊണ്ടുവരണം. നൈറ്റിനെ എന്തായാലും ഫ്രണ്ടിലോട്ട് കളിക്കാൻ പറ്റത്തില്ല. കാരണം ആളിരിപ്പുണ്ട്. നൈറ്റ് അവിടെ കുടുങ്ങി തന്നെ ഇരിക്കുകയാണ്. നൈറ്റിനെ അവിടെ ഇറക്കാൻ വെക്കത്തില്ല. പിന്നുള്ളത് ആനയും ജാമായിട്ടിരിക്കുകയാണ്, പ്രശ്നത്തിരിക്കുകയാണ്. ആനയെ വേണമെങ്കിൽ ബിഷപ്പിനെതിരായിട്ട് കൊണ്ടുവെക്കാം. പക്ഷെ മന്ത്രി ഇരിക്കുന്നതുകൊണ്ടും മന്ത്രി എടുക്കാനുള്ള സാധ്യതയുണ്ട്, നൈറ്റ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ചധികം സാധ്യതകൾ മുൻനിർത്തി നിൽപ്പുണ്ട്. എന്തായാലും മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുത്ത സ്ഥിതിക്ക് മന്ത്രി ഇനി സുരക്ഷിതമായിട്ട് നമ്മുടെ എതിരാളി എങ്ങോട്ട് നീക്കുമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളായിരുന്നെങ്കിൽ എങ്ങോട്ട് നീക്കിയാൽ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയുമായി, അതായത് ഇതിൻ്റെ ബാലൻസ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.